കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ ശരിയായ രീതിയിലല്ല അന്വേഷണം നടന്നതെന്ന് കുടുംബം. കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കയർ ബോർഡ് സ്വീകരിച്ചതെന്ന് ജോളിയുടെ സഹോദരൻ PJ എബ്രഹാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. നടപടി കാരണം കാണിക്കൽ നോട്ടീസിൽ ഒതുക്കി. അന്വേഷണ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ നേരത്തെ ആശങ്കയുണ്ടായിരുന്നുവെന്ന് PJ എബ്രഹാം പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. MSME കമ്മിറ്റിയുടെ റിപ്പോർട്ടും പ്രകാരം ഏപ്രിൽ അവസാനത്തിന് മുമ്പായിട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം എന്നും പറഞ്ഞാണ് ജോയിന്റ് ഡയറക്ടർ ചെയർമാന് കത്ത് കൊടുത്തിരുന്നത്. 30/4/2024-25 കഴിഞ്ഞിട്ടും ഇതേവരെ അതിനുള്ള നടപടികളൊന്നും ആയിട്ടില്ല. ആരോപണ വിധേയർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഉപരിയായിട്ട് വേറെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചതായിട്ട് നമുക്കറിവില്ല. അന്വേഷണ ഘട്ടത്തിൽ തന്നെ നമ്മൾ നമ്മുടെ സന്ദേഹങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. തെളിവെടുപ്പ് നടന്നത് തന്നെ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല. അപ്പൊ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മൊഴിയെടുപ്പ് പോലും അല്ല നടന്നിരുന്നത് ഈ അന്വേഷണം എന്നുള്ള രീതിയിൽ. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി, വെരി ഗുഡ് മോർണിംഗ് ലേബി. വൺസ് അഗെയിൻ, ഈ ജോളിയുടെ കുടുംബത്തിന് നീതി കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയാണ്. ഇന്നിപ്പോൾ മെയ് 1-ാം തീയതിയായി. ഏപ്രിൽ 30-ാം തീയതിക്ക് മുമ്പ് എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, അതും ഉണ്ടായില്ല എന്നാണ് കുടുംബക്കാർ പറയുന്നത്. ഇനി എന്താണ് അവരുടെ നീക്കം ലേബി? ഇന്ന് തന്നെ ജോളി മധുവിൻ്റെ കുടുംബം ഈ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് കിട്ടാനുള്ള വിവരാവകാശ നിയമപ്രകാരം അത് കിട്ടാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. വിശദമായ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പരാതിയുമായി MSME മന്ത്രാലയത്തെ സമീപിക്കാൻ തന്നെയാണ് ജോളി മധുവിൻ്റെ കുടുംബത്തിൻ്റെ നീക്കം. ഫെബ്രുവരി 10-നാണ് ജോളി മധു മരിക്കുന്നത്. ഈ മരണത്തിന് പിന്നിൽ കയർ ബോർഡിലെ കൊടിയ തൊഴിൽ പീഡനം എന്നാരോപിച്ചുകൊണ്ട് കുടുംബം രംഗത്ത് വന്ന വാർത്ത അന്ന് നമ്മളാണ് ആദ്യം സംപ്രേഷണം ചെയ്തത്. തുടർന്ന് ഇത് വലിയ വിവാദമായിരുന്നു. ആ വിവാദത്തെ തുടർന്നാണ് MSME മന്ത്രാലയം അന്വേഷണ കമ്മീഷൻ വെച്ചത്. 3-അംഗ അന്വേഷണ കമ്മീഷൻ കൊച്ചിയിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നെങ്കിലും അത് പ്രോപ്പറായ രീതിയിലല്ല, അത് ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ കുടുംബം രംഗത്ത് വന്നതാണ്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പൂർണ്ണഭാഗം ഇപ്പോഴും കയർ ബോർഡ് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് MSME മന്ത്രാലയത്തിൽ നിന്ന് ഒരു കത്താണ് വന്നിരിക്കുന്നത്. ആ കത്ത് വന്നപ്പോൾ തന്നെ കുടുംബം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. കാരണം മുഖ്യ കുറ്റാരോപിതൻ വിപുൽ ഗോയൽ ചെയർമാന്റെ പേരതിലില്ല. മറ്റൊരു മുഖ്യ കുറ്റാരോപിതൻ മുൻ സെക്രട്ടറി JK ശുക്ലയ്ക്കെതിരെ നടപടിയില്ല. ബാക്കിയുള്ള 2 പേർ CU എബ്രഹാം, അതുപോലെ തന്നെ PG തോട്ടർ, ഇവർക്ക് 2 പേർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. ഓർക്കേണ്ട കാര്യമുണ്ട് ഡോക്ടറും, ഈ മെയ് 31-ന് വിരമിക്കുന്ന 2 പേർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ് എന്ന് കുടുംബം ആരോപിച്ചു. വലിയ മറയിടാൻ പോവാണ് ലേബി. ഇതാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുടുംബത്തിന്റെ ആവശ്യം.